ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. രാജ്യത്തെ മുതിർന്ന പൌരന്മാരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയെ ശൈശവ വിവാഹമുക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ബാൽ വിവാഹമുക്ത് ഭാരത് ദേശീയ യജ്ഞത്തിന് ഇന്ന് തുടക്കം. ഫെംഗൽ ചുഴലിക്കാറ്റിന്റെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റിക്കെതിരെ പഞ്ചാബ് FCക്ക് ജയം. ലബനനുമായുള്ള വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് തമിഴ്നാട്ടിലെത്തും. ഊട്ടി വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ നീലഗിരി ജില്ലയിലെ ആദിവാസി വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായും പ്രമുഖരുമായും ഉദഗമണ്ഡലത്തിലെ രാജ്ഭവനിൽ സംവദിക്കും. വെള്ളിയാഴ്ച തിരുവാരൂരിൽ നടക്കുന്ന തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും ശ്രീമതി മുർമു പങ്കെടുക്കും. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്ക് ജീവിത സാഹചര്യം എളുപ്പമാക്കുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോൾ മുതിർന്ന പൌരന്മാർക്ക് അവരുടെ വീടുകളിൽ തന്നെ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ സൌകര്യം ലഭ്യമാക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതിയിലെ ഭരണഘടനാ ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൌരന്മാരുടെയും പ്രതീക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് ശ്രീ മോദി പറഞ്ഞു. साथियों, आज देश का बहुत ज्यादा जोर देश के नागरिकों की ईज ऑफ लिविंग पर है. एक समय था जब पेंशन पाने वाले सीनियर सिटीजन्स को बैंक में जाकर साबित करना होता था कि वो जीवित है. आज सीनियर सिटीजन्स को घर बैठे ही डिजिटल लाइफ सर्टिफिकेट्स की सुविधा मिल रही है. करीब 1.5 करोड़ सीनियर सिटीजन्स अब तक इस सुविधा का लाभ उठा चुके हैं. ഓരോ പാവപ്പെട്ട കുടുംബത്തിനും 5 ലക്ഷം രൂപ വരെ സൌജന്യ ചികിത്സ നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും 70 വയസ്സിന് മുകളിലുള്ള എല്ലാ പൌരന്മാർക്കും രാജ്യം സൌജന്യ ആരോഗ്യ സംരക്ഷണ സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പെൻഷൻകാരുടെയും മുതിർന്ന പൌരന്മാരുടെയും സൌകര്യാർത്ഥം അവതരിപ്പിച്ച ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് DLC 3.0 ക്യാമ്പയിൻ 1 കോടി കടന്നതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. മുതിർന്ന പൌരന്മാരുടെ ജീവിത സാഹചര്യം കൂടുതൽ ആയാസരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ഈ മാസം 1 മുതൽ രാജ്യത്തെ 800 നഗരങ്ങളിലും പട്ടണങ്ങളിലും DLC ക്യാമ്പയിൻ 3.0 നടത്തിവരുന്നു. 1 മുതൽ 25 വരെ 1900-ലധികം ക്യാമ്പുകൾ രാജ്യത്തുടനീളം നടന്നതായി ഡോക്ടർ സിംഗ് പറഞ്ഞു. ബാൽ വിവാഹമുക്ത് ഭാരത് ദേശീയ യജ്ഞത്തിന് ഇന്ന് രാജ്യത്ത് തുടക്കമാകും. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി യജ്ഞത്തിന് തുടക്കം കുറിക്കും. ഇന്ത്യയെ ശൈശവ വിവാഹരഹിത രാഷ്ട്രമാക്കുക എന്നതാണ് പരിപാടിയുടെ പ്രാഥമിക ലക്ഷ്യം. ചടങ്ങിൽ ശൈശവ വിവാഹരഹിത ഭാരത് പോർട്ടലിന്റെ അനാച്ഛാദനം കേന്ദ്രമന്ത്രി നിർവഹിക്കും. ബോധവൽക്കരണം, ശൈശവ വിവാഹം തടയൽ, ശൈശവ വിവാഹ സംഭവങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യൽ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചിരിക്കുന്നത്. ശൈശവ വിവാഹത്തിനെതിരായ കൂട്ടായ പ്രതിജ്ഞയ്ക്കും കേന്ദ്രമന്ത്രി നേതൃത്വം നൽകും. 2027ഓടെ ഇന്ത്യയെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ. ന്യൂഡൽഹിയിൽ നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വികസന യാത്രയിൽ സഹകരണ മന്ത്രാലയം മികച്ച പങ്ക് വഹിക്കുമെന്നും ശ്രീ ഷാ പറഞ്ഞു. हमने लक्ष्य रखा है कि 2027 में देश का अर्थतंत्र दुनिया में 3रे नंबर का अर्थतंत्र बने. परंतु सहकारिता मंत्रालय की स्थापना का उद्देश्य भी ये है कि एक और तो हम दुनिया के 3रे नंबर के अर्थतंत्र के स्थान पर पहुंचे और साथ ही साथ 140 करोड़ लोगों की सुखाकारी की भी चिंता. हम ऐसा आर्थिक विकास नहीं चाहते जिस आर्थिक विकास से देश तो बहुत प्रगति कर जाए और देशवासी पिछड़. 6 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശിലെ 3 സീറ്റുകളിലേക്കും ഒഡീഷ, പശ്ചിമബംഗാൾ, ഹരിയാന എന്നിവിടങ്ങളിലെ ഓരോ സീറ്റിലേക്കുമാണ് തെരഞ്ഞെടുപ്പ്. വിജ്ഞാപനം അടുത്ത മാസം 3-ന് പുറത്തിറക്കും. 10-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. അടുത്ത മാസം 20-ന് വോട്ടെടുപ്പും വോട്ടെണ്ണലും നടക്കും. രാജ്യസഭാംഗങ്ങളുടെ രാജിയെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഫെംഗൽ ചുഴലിക്കാറ്റിന്റെ സാഹചര്യത്തിൽ ഇന്ന് തമിഴ്നാട്ടിലെ 3 ജില്ലകളിലും പുതുച്ചേരിയിലെ ഒരു ജില്ലയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്ടിലെ മയിലാടുതുറൈ, നാഗപട്ടണം, തിരുവാരൂർ ജില്ലകളിലും പുതുച്ചേരിയിലെ കാരയ്ക്കലിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വെള്ളപ്പൊക്ക സാധ്യതയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് ഫെംഗൽ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം മേഖലകളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 7 സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ എത്രയും വേഗം തന്നെ ആഴക്കടലിൽ നിന്ന് തീരത്തേക്ക് മടങ്ങാനും നിർദ്ദേശം നൽകി. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അവസരം നാളെ അവസാനിക്കും. 17 വയസ്സ് പൂർത്തിയാക്കിയ എല്ലാവർക്കും പേര് ചേർക്കുന്നതിന് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന് 12 വിളക്കോടെ ഇന്ന് സമാപനമാകും. സന്ധ്യയ്ക്ക് ആൽത്തറകളിലെ കൽവിളക്കുകളിൽ ദീപങ്ങൾ തെളിയിച്ചുള്ള ദീപാരാധന ദർശിച്ച് ഭക്തർ ഭജനം പാർക്കൽ പൂർത്തിയാക്കും. ഇസ്രയേലും ലബനനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി വെടിനിർത്തൽ കരാറിന് സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. US ഇടനിലക്കാരായുള്ള കരാർ പ്രകാരം ദക്ഷിണ ലബനനിൽ നിന്ന് 60 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സേനയും ഹിസ്ബുള്ളയും പിൻവാങ്ങണം. അതിർത്തിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള ലിറ്റനി നദിയുടെ വടക്ക് ഹിസ്ബുള്ള പിന്മാറണം. ലബനൻ വിദേശകാര്യമന്ത്രി ഇതിനകം കരാറിന് പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. ISL ഫുട്ബോളിൽ പഞ്ചാബ് FCക്ക് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുഹമ്മദൻ SC ബംഗളൂരു FCയെ നേരിടും. വൈകുന്നേരം 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ടോക്കിയോ ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവ് ബജറംഗ് പുനിയയ്ക്ക് ദേശീയ ഉത്തേജക മരുന്ന് പരിശോധനാ ഏജൻസി 4 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തി. കഴിഞ്ഞ മാർച്ചിൽ നടന്ന ദേശീയ ടീം തെരഞ്ഞെടുപ്പ് ട്രയൽസിൽ ഉത്തേജക മരുന്ന് പരിശോധനയ്ക്കിടെ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചതിനാലാണ് നടപടി. സംഭവത്തിൽ നാഡ ബജറംഗ് പുനിയയ്ക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 4 വർഷത്തേക്ക് മത്സരങ്ങളിൽ നിന്നും പരിശീലനത്തിൽ നിന്നുമാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റലിയിൽ നടന്ന 8 വയസ്സിൽ താഴെയുള്ളവർക്കുള്ള ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ദിവിത് റെഡ്ഡി സ്വർണം നേടി. ഇന്ത്യയുടെ തന്നെ സാത്വിക് സ്വൈനെയാണ് ദിവിത് റെഡ്ഡി പരാജയപ്പെടുത്തിയത്. സാത്വിക് വെള്ളിയും ചൈനയുടെ സിമിംഗുവോ വെങ്കലവും നേടി. പ്രോ കബഡി ലീഗിൽ ദബാംഗ് ഡൽഹിയും പട്ന പൈറേറ്റ്സും തമ്മിലുള്ള മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 39 പോയിന്റ് വീതം സ്വന്തമാക്കി. നോയിഡ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ പട്ന ആധിപത്യം പുലർത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ഡൽഹി മികച്ച തിരിച്ചുവരവാണ് നടത്തിയത്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ തമിഴ് തലേവാസ് 40-26 എന്ന സ്കോറിന് UP യോദ്ധാസിനെ പരാജയപ്പെടുത്തി. സയ്യിദ് മോദി ഇന്റർനാഷണൽ 2024 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ലക്നൌവിൽ തുടക്കമായി. വനിതാ സിംഗിൾസിലെ ഇന്ത്യൻ ബാഡ്മിന്റൺ ടീമിനെ PV സിന്ധു നയിക്കും. ലക്ഷ്യ സെന്നാണ് പുരുഷ സിംഗിൾസ് ടീമിനെ നയിക്കുക. അതേസമയം ഏഷ്യൻ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാക്കളായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ടൂർണമെന്റിൽ നിന്ന് പിന്മാറി. ഭിന്നശേഷിക്കാരായ യാത്രക്കാരുടെ സൌകര്യാർത്ഥം ഓൺലൈൻ കൺസഷൻ ഐഡന്റിറ്റി കാർഡ് അവതരിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേ. കൺസഷൻ കാർഡിനായുള്ള പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനും പുതുക്കുന്നതിനും ഇവർക്ക് റെയിൽവേ ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കേണ്ട ആവശ്യമില്ല. ദിവ്യാംഗൻ id.indianrail.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. രാജ്യത്തെ മുതിർന്ന പൌരന്മാരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയെ ശൈശവ വിവാഹമുക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ബാൽ വിവാഹ് മുക്ത് ഭാരത് ദേശീയ യജ്ഞത്തിന് ഇന്ന് തുടക്കം. ഫെംഗൽ ചുഴലിക്കാറ്റിന്റെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റിക്കെതിരെ പഞ്ചാബ് FCക്ക് ജയം. ലബനനുമായുള്ള വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.